സ്റ്റിൽ നോ പ്ലാൻസ് ടു ചേഞ്ച്, സ്റ്റിൽ നോ പ്ലാൻസ് ടു ഇംപ്രസ് എന്ന് പറയുന്ന ലിജോ ജോസ് പല്ലിശ്ശേരി എന്താണിപ്പോൾ ഒരു സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള വിമർശനം നേരിട്ടപ്പോൾ അതിന് മറുപടിയുമായി എത്തിയത് എന്നതാണ് എല്ലാ പ്രേക്ഷകരും ഇപ്പോൾ ചോദിക്കുന്നത്. ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ഗ്രൂപ്പുകളിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇതിനു മുമ്പ് പല ലിജോ ചിത്രങ്ങൾക്കും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നേരിട്ടപ്പോൾ പോലും ലിജോ അതിന് മറുപടിയുമായി എത്തിയില്ല എന്നത് കൗതുകമാണ്. പക്ഷേ മലക്കോട്ടെ ബാലുവിന് വേണ്ടി എത്തിയത് എന്തിനാണ്? അങ്ങനെ ഒരു ചോദ്യം ഒരു വിഭാഗം ഉന്നയിക്കുന്നു. എന്തുകൊണ്ട് എന്നത്, എന്തുകൊണ്ടാണ് അവർ ഉന്നയിക്കുന്നത് എന്നും മനസ്സിലാകും. ഇതൊരു മോഹൻലാൽ പടം ആയതുകൊണ്ടാണോ ഇങ്ങനെ എന്നുള്ള ഒരു വാചകം ആ ടോണിൽ നിന്നും വ്യക്തമാകുന്നു എന്നത് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നാലും ചോദിക്കുന്നവർക്കൊക്കെ അങ്ങനെ ഒരു ഭാഷ്യമുണ്ട് എന്നത് ഞെട്ടിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ അവർ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ഞാനൊരു LJP ഫാൻ ആയിക്കൊണ്ട് തന്നെ പറയട്ടെ, അദ്ദേഹം ഇപ്പോൾ 2 ദിവസമായി ഓടി നടന്ന് ഇന്റർവ്യൂസ് കൊടുത്ത് തന്റെ സിനിമയെ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനമായി കണ്ടത് FTQ വിത്ത് രേഖാ മേനോൻ യൂട്യൂബ് ചാനലിലാണ്. പൊതുവെ അദ്ദേഹത്തിൽ നിന്നും ഇങ്ങനെ ഒരു വിശദീകരണം കഴിഞ്ഞുപോയ തന്റെ സിനിമകൾക്കൊന്നും അദ്ദേഹം നൽകിയിട്ടില്ല. ഇപ്പോഴും ഫാൻസ് തിയറി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ചുരുളി, നൻപകൽ നേരത്ത്, മയക്കം മുതലായ സിനിമകൾക്ക് പോലും എന്തുകൊണ്ടായിരിക്കും ഇത്തവണ അദ്ദേഹത്തിന് ഇങ്ങനെയൊരു മാറ്റം? മലക്കോട്ടെ ബാലുവൻ എനിക്ക് ബിലോ ആവറേജ് അനുഭവമാണ് തിയേറ്ററിൽ തന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തികൾ ലിജോയുടെ ഈ ഒരു പെരുമാറ്റ വ്യത്യാസത്തെ സൂചിപ്പിച്ചുകൊണ്ട് അതിശയത്തോടുകൂടി എത്തുകയാണ്. എന്താണ് ഈ ഒരു മാറ്റം എന്നതാണ്. ഒരു വലിയ സിനിമ അതൊരു വലിയ ഹിറ്റാകുമെന്ന് 100% ഉറപ്പിച്ച സംവിധായകന് ഇങ്ങനെ ഒരു അഭിപ്രായത്തിൽ വലിയ രീതിയിലുള്ള ഒരു വിഷമം തട്ടിക്കാണും. അതൊക്കെ അങ്ങനെ നിൽക്കുമ്പോൾ പലരും അൽഫോൺസ് പുത്രനെ പോലെ ആകുമോ എന്നൊരു കാര്യം കൂടി ചോദിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിലാണ്. കാരണം ലിജോയുടെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ കണ്ടിട്ടാണ് അവർ പറയുന്നത്, തന്റെ ഒരു മികച്ച സൃഷ്ടിക്ക് എതിരെ അകാരണമായി ഹെയ്റ്റ് ക്യാമ്പയിൻ ഉണ്ടാകുമ്പോൾ ഒരു ക്രിയേറ്റർക്ക് അതിന്റെ ആവശ്യകത തോന്നിയിരിക്കാം. അതായിരിക്കും അദ്ദേഹം ഇങ്ങനെ അഭിമുഖങ്ങൾ കൊടുക്കുന്നത് എന്നതാണ് മറ്റു ചിലരുടെ മറുപടികൾ. കൂടാതെ മോഹൻലാലിന്റെ സിനിമകൾക്കെതിരെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഡീഗ്രേഡിംഗ് നടക്കുന്നുണ്ട്. ആകെയുള്ളത് കുറച്ച് ടിപ്പിക്കൽ മല്ലു ആറ്റിറ്റ്യൂഡുള്ള ഫാൻസ് ഒക്കെ സംഘികൾ ആയത് കാരണം പടം ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടുന്നു. ടിപ്പിക്കൽ കൊമേഴ്ഷ്യൽ മസാല സിനിമ ഓഡിയൻസ് വേറെ വശത്ത് നിന്ന് കട്ട ഡീഗ്രേഡിങ്ങും. അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഡിഫൻസ് എടുക്കേണ്ടേ, അതായിരിക്കാം ലിജോ ഇങ്ങനെ എത്തിയത് എന്നും പറയുകയാണ് മറ്റൊരു മറുപടിയിൽ. എന്തായാലും ഇതൊരു മികച്ച സൃഷ്ടിയാണ്, അത് പുള്ളിക്ക് ഉറപ്പാണ്. അതൊരു 100% വിജയം കാണേണ്ട സിനിമ കൂടി. അപ്പോൾ എന്തായാലും പുള്ളി പറയും, കാരണം അതിന്റെ മേക്കർ ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന സംവിധായകനല്ലേ. എന്തായാലും ലിജോ ഇങ്ങനെ എത്തുന്നതിനെ കുറിച്ച് വലിയ രീതിയിലുള്ള കൺഫ്യൂഷൻ പ്രേക്ഷകരിൽ നിൽക്കുമ്പോൾ അവർ ഈ കാര്യങ്ങൾ കൂടി വലിയ രീതിയിൽ ചർച്ചയാക്കുന്നത് കൗതുകമാണ്. ഇതിലൊക്കെ ഉപരി ലിജോ പറഞ്ഞ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കാം. മലയാളത്തിൽ പുറത്തു വന്ന ഏറ്റവും മോശം സിനിമയാണ് വാലിബൻ എന്ന് പറഞ്ഞതാണ് ഏറ്റവും അധികം വേദനിപ്പിച്ചത്. അതൊരു കമന്റായല്ല, അഭിപ്രായമായി അവതരിപ്പിക്കപ്പെട്ടു എന്നതാണ് ബുദ്ധിമുട്ടിച്ചത്. കാണാൻ വരുന്നവരെ പിന്തിരിപ്പിക്കുന്ന രീതിയിലാണ് അവർ അത്തരമൊരു അഭിപ്രായം പ്രകടിപ്പിച്ചത്. മോഹൻലാലിനെ പോലെ ഒരാൾ കൂടെ ഉണ്ടാകുമ്പോൾ നമ്മൾ കഷ്ടപ്പെടേണ്ട കാര്യമില്ല. ഇങ്ങനെ ചെയ്യുമോ എന്ന് ഒരിക്കലും ചോദിക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ ഇത് വളരെ മുമ്പ് ചെയ്തിട്ടുണ്ടല്ലോ, ഇത് വേണോ എന്ന് ചിലപ്പോൾ ചോദിക്കും. ഞങ്ങൾക്ക് ആ സ്വാഗും ചിരിയും അതുപോലെ കാണാൻ വേണ്ടിയാണെന്ന് അപ്പോൾ ഞങ്ങൾ മറുപടി പറയും. മലക്കോട്ടെ ബാലുവൻ എന്ന കഥ അർഹിക്കുന്ന പേസും സ്റ്റൈലിങ്ങുമാണ് സിനിമയ്ക്ക് ഉപയോഗിച്ചത്. ഒരുപാട് റഫറൻസുകൾ ബാലുവിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. സിനിമയും മിത്തോളജിയും കഥകളും ഉൾപ്പെടെ മലക്കോട്ടെ ബാലുവിന് ആധാരമാക്കിയിട്ടുണ്ട്. സ്ഫടികത്തിലെ മോഹൻലാലിന്റെ ലാൻഡിങ്ങും ആടിനെ പശ്ചാത്തലത്തിൽ അവതരിപ്പിച്ചതുമെല്ലാം റഫറൻസ് ആയിട്ടുണ്ട്. ചമതകനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ജോക്കറിനെ പോലെയാണ്. ഇങ്ങനെ ചില ലിജോയുടെ വാക്കുകൾ കൂടി ഇതിനൊപ്പം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ പിന്നെ ലിജോ മറുപടിയുമായി എത്തില്ലേ?